ഹായ് ഫ്രണ്ട്സ്, നാളെ ഇപ്പം വിഷു ആണ് അല്ലേ? നാളെ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു ഉത്സവമാണ് വിഷു. കേരളത്തിലെ കാർഷിക ഉത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെ ഉത്സവമാണ് വിഷു എന്നൊക്കെ പറയാം. മലമാസം മേടം 1-നാണ് വിഷുവൊക്കെ ആഘോഷിക്കുന്നത്. പകലും വിഷുവൊക്കെ ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയൊരു ആഘോഷം വിഷുവാണെന്ന് പറയാം. അടുത്ത ഒരു കൊല്ലത്തേക്ക് ഫലങ്ങളൊന്ന് കുറിച്ചും ഈ കാലങ്ങളിൽ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. വിഷുഫലം 2 എന്നൊക്കെയാണ് ഇതിനൊക്കെ പറയുന്നത്. വിഷുക്കണി ഒരുക്കുക, കണി ഒരുക്കുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് വിഷുസദ്യ കഴിക്കുക തുടങ്ങിയാണ് വിഷു പ്രധാനം ഏറ്റവും വലിയ ചടങ്ങുകൾ. പിന്നെ കണിക്കൊന്നയൊക്കെ അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് ഒരു പ്രാധാന്യം തന്നെയല്ലേ. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളും അതിർത്തിയോട് ചേർന്ന് പ്രാദേശികങ്ങൾ വിഷുവൊക്കെ ആഘോഷിക്കുന്നവരുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും സമാധാനപരമായ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട്. അവയെല്ലാം ഭാരതത്തിന് മുമ്പ് തന്നെ നിലവിലിരുന്ന ഒരു ചടങ്ങ് തന്നെ വിഷുവൊക്കെ. അപ്പം അതിൽ മെയിൻ ചടങ്ങ് എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളായിരിക്കും തന്നെ നമുക്ക് കൈനീട്ടം. ഇപ്പം എൻ്റെ കുഞ്ഞിലായിരിക്കുമ്പോഴേക്ക് അമ്മുമ്മയൊക്കെ ഉള്ളപ്പോഴേക്ക് വിഷു ആകുമ്പോഴേക്ക് നമ്മൾ ഓടിച്ചെല്ലും. കുളിയെല്ലാം കഴിഞ്ഞ് സംഭവം വെച്ചാൽ ഇതിന് മുന്നേ മമ്മി എങ്ങനെയാരോ കുഞ്ഞിലെ ഞങ്ങളൊക്കെ മമ്മിയും പപ്പയൊക്കെ തലയിലൊക്കെ എണ്ണ തേച്ച് കുളിപ്പിച്ചെല്ലാം നിർത്തി. എന്നിട്ട് അത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ മറ്റേ വിഷു കൈനീട്ടം കിട്ടുന്ന ചടങ്ങുണ്ട്. നമുക്ക് ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്. നമ്മൾ പോയി നേരെ കൈനീട്ടമൊക്കെ വാങ്ങി അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും അതുപോലെ പപ്പയുടെ കയ്യിൽ നിന്നും അതല്ല നമ്മുടെ അമ്മയുടെ കയ്യിലും അല്ല ബന്ധുക്കാരുടെ കയ്യിൽ നിന്നൊക്കെ വിഷു കൈനീട്ടം. അന്ന് നമ്മുടെ ഒരു സമ്പത്തിൻ്റെ ഒരു ദിവസം വിഷു എന്ന് പറയുന്നത്. നമുക്ക് 6 ദിവസം കൂടുതൽ സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെടുന്നതൊക്കെ എങ്ങനെ? ഇതന്നെ സെയിം തന്നെ പറഞ്ഞ അതേമാതിരിയൊക്കെ തന്നെ. എന്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേമാതിരി കൂട്ടുകാരെത്തിട്ട് ഇങ്ങനെ ഈ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ നിൽക്കാറില്ല, വിഷുക്കൊന്നറിയില്ല, അത് പറിക്കാൻ പോകും. അതുപോലെ അത് കൊണ്ടുപോയി വിൽക്കണ അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള സംഭവം. പിന്നെ അതിൽ മെയിൻ ആണ് ഇത് പടക്കം പൊട്ടിക്കല്. അതൊരു സംഭവ രസം. പിന്നെ ഞങ്ങളെ ക്ലബില് ആഘോഷവും പരിപാടികളും കാര്യങ്ങളും എല്ലാവരും ഇതാക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള നല്ല രസമാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ഇതാണ് വിഷു എന്ന് പറയുന്നത്. സാറിന് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ എന്തുവാ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെയാണ് നമ്മളെ ഈ മാങ്ങാണ്ടി കശുവണ്ടിയൊക്കെ ഇല്ലേ എറിഞ്ഞ് വീഴ്ത്തിട്ട് ആ കശുവണ്ടി കൊടുത്താൽ നമുക്ക് പടക്കം പിടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളെ മരത്തെ കയറി കണിക്കൊന്ന് പറിക്കുക, എന്നിട്ട് അത് നേരെ വീട്ടിൽ കൊടുക്കുക. പിന്നെ അന്നൊക്കെ വീട്ടിൽ ഈ കുമ്പളങ്ങയൊക്കെ ഇല്ലേ വീട്ടിൽ തന്നെ, അതായത് പുറത്തൊന്നും വാങ്ങത്തില്ല, വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ആ കുമ്പളങ്ങയൊക്കെ വീട്ടിൽ തന്നെ വെക്കും. അത്യാവശ്യം പച്ചക്കറിയൊക്കെ കെട്ടി തൂക്കും. അല്ല നമ്മള് വിളക്കിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ വെച്ച് അത് ആ സമയത്ത് ഫ്രഷായ പച്ചക്കറികൾ മാത്രമേ വെക്കത്തുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് നമ്മള് പിന്നെ ഏറ്റവും ഉള്ള ത്രില്ല് എന്ന് വെച്ചാൽ നമ്മളെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ആ കൈനീട്ടം കിട്ടുന്നൊരു പരിപാടിയുണ്ട്. നമുക്ക് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളില്ല ആ സമയത്ത് നമുക്ക് പൈസ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ആകെ കിട്ടുന്നൊരു വരുമാനമാണ് വിഷു കൈനീട്ടം. അപ്പൊ അപ്പൂപ്പന്മാര് തരും, അമ്മൂമ്മമാര് വരും, പിന്നെ അച്ഛൻ അമ്മ, പിന്നെ അതുപോലെ അയൽവക്കത്തുള്ളവര്, അങ്ങനെ നമുക്ക് പൈസ സമ്പത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിൽ വിഷു സദ്യ എല്ലാം കഴിച്ച് ഞങ്ങൾ ബന്ധുക്കാരെ വിട്ടു പോകും. കുടുംബക്കാരെ വിട്ടു പോകും. അങ്ങനെ കുടുംബക്കാരൊക്കെ വീട്ടിൽ പോയിട്ട് അവിടെ ചെല്ലുമ്പോഴേക്ക് നമുക്ക് സന്തോഷം, കൈനീട്ട. അങ്ങനെ ഞാൻ ഈ കൈനീട്ടം കിട്ടുന്ന പൈസയൊക്കെ ബോക്സ്, ഞങ്ങൾക്ക് എന്റെ സ്കൂളിൽ പഠിക്കുന്ന ബോക്സ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ, അതിൻ്റെ അകത്ത് മൊത്തം ഇങ്ങനെ പൈസ നിറച്ച് ഇങ്ങനെ മാറ്റി വെക്കും. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചേട്ടൻ കൂടെ അങ്ങനെ 10 കുറച്ച് പടക്കൊക്കെ വീണ്ടും വൈകിട്ട് പടക്കൊക്കെ മേടിച്ചുകൊണ്ട് ഒരു പൊട്ടിക്കും. അതാണ് നമുക്ക് എൻജോയ്മെന്റ് സത്യം പറഞ്ഞ. പിന്നെ അതുപോലെ കണി, രാത്രി വിഷുക്കണി നമ്മള് കസേര വെത്തി ഇരുത്തി ഫോട്ടോ ഒക്കെ വെച്ച് പാട്ടൊക്കെ പാടി ചെറിയ അന്ന് ടേപ്പ് കാർഡായിരുന്നു മറ്റേ കാസറ്റ്. ഓരോ വീഡിയോ പോകുമ്പോഴേക്കും അവര് 10 രൂപ അല്ലെങ്കിൽ 5 രൂപ, അതും നമുക്കൊരു വരുമാനം. വേഷം കെട്ടി മറ്റേ കണ്ണന്റെ അങ്ങനെ ഉണ്ടല്ലോ, കണ്ണന്റെ വേഷം കെട്ടി പോകുന്നുണ്ട്, പിന്നെ വേഷം കെട്ടാതെ പോകുന്നുണ്ട്. അതല്ല ഇതിന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരും കൂടെ ഇതുപോലെ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ വിഷുക്കണിന്നോട്ട് ഇങ്ങനെ പോവുക. അപ്പം അതിന്റെ ഇടക്കാണ്. അപ്പം ഞങ്ങൾ കസേര വെച്ച് വന്ന നേരത്ത് ഒരു വീട്ടിൽ പട്ടി ചാടി വന്നു. പട്ടി ചാടി വന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്ന ഞങ്ങൾ ഇട്ടിട്ട് അങ്ങ് ഓടി. പട്ടി പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാരും ചിതറി ഓടി. പൈസയും കളഞ്ഞ്, പൂവും കളഞ്ഞ്, കൃഷ്ണനെയും കളഞ്ഞ്, എല്ലാം കളഞ്ഞ്. പിന്നെ എല്ലാരും ഒരു കുറെ കഴിയുമ്പോ 10 വന്ന് ലാസ്റ്റ് എല്ലാം പെറുക്കിക്കൊണ്ട് എല്ലാം 4 പെറുക്കിക്കൊണ്ട് പൈസ കുറച്ച് പോയെന്ന് വന്ന് എല്ലാം കൂടെ പെറുക്കൊണ്ട് 4 മണിക്ക് പിരിക്കും. അത് മറക്കാൻ പറ്റും ഭയങ്കര സംഭവമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എത്ര വർഷത്തോളം ഈ പ്രവാസി ആയതിനു ശേഷം എത്ര വർഷമായിട്ടുണ്ടാവും നാട്ടില് കുടുംബക്കാരോട് ഒത്തിട്ട്? ഞാൻ പ്രവാസി ആയ ശേഷം ഞാൻ
ഒരു വർഷം ആഘോഷിച്ചിട്ടുള്ളൂ കുടുംബക്കാരൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു മിസ്സിങ് ആണ് യഥാർത്ഥം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ലൊരു ലൈഫ് ജീവിതം കുടുംബങ്ങളൊക്കെ മിസ് ചെയ്യുകയാണ്. അത് നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ല, വിഷു ആകും, നമ്മുടെ കാര്യം നമ്മുടെ പ്രവാസിയുടെ വിഷു നമ്മളെല്ലാം ഇവിടെ തന്നെയാണ്. അതെ, നമ്മുടെ ആഘോഷങ്ങൾ ഇവിടെ അവര് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അതാണ് അല്ലാതെ ആ എൻജോയ്മെന്റ് നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തോ ആഘോഷം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി മിസ് ചെയ്യണില്ല ഒത്തിരി കൂട്ടുകാരൊക്കെ. പിന്നെ കാര്യം വെച്ചാൽ കാര്യം നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർക്കും നമുക്ക് ഒത്തിരി മിസ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ വിഷുവിന് നമ്മള് മാങ്ങെറിഞ്ഞ് വീഴ്ത്തുന്നതും കശുവണ്ടി പടക്കം മേടിക്കുന്നതും. അന്ന് പപ്പയല്ല മമ്മി പ്രശ്നം ഉണ്ടാകാറ് ഇവിടെ പിള്ളേർക്ക് പടക്കൊന്നും മേടിച്ചു കൊടുക്കണ്ടേ. ഞങ്ങളങ്ങ് പോയി മേടിക്കും, ഞാൻ ചേട്ടങ്ങ് മേടിച്ച് ഞങ്ങൾ തകർത്ത് പൊട്ടിച്ച്. അന്ന് വാങ്ങി കൊടുക്കരുത് എന്ന് പറയുന്നത് ഗൗരവം ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം. അപകടങ്ങൾ വരുത്തി തീർക്കുക അല്ല അന്ന് ശരിയാണ്. ഇപ്പോഴല്ലേ മറ്റേ അന്ന് ചെറിയ പടക്കേ ഉള്ളൂ. പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നപ്പോ അപകടങ്ങളും കൂടി. പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ പിള്ളേരൊക്കെ പടക്കം പൊട്ടിക്കുകയാണെങ്കിലൊക്കെ. ശരിയാണ്. അപ്പം നാളെ വിഷു അല്ലയോ, സോറി ഇന്നിട്ട് നിങ്ങൾ ആഘോഷിക്കാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പടക്കം പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യാ കാലം പോയി കഴിഞ്ഞാൽ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ഇൻസ്റ്റയിലൊക്കെ കിടന്ന് കളിക്കണ്ടല്ലോ, അച്ഛനും മക്കളൊക്കെ പാടെ വിഷുവിന് പടക്കം പൊട്ടിക്കുകയാണ്. അങ്ങനെ ഗേറ്റിൽ വെച്ചിട്ട് പടക്കം പൊട്ടിക്കുമ്പോ അച്ഛ ഓടിക്കോ ഈ കണ്ടിട്ടുണ്ടോ വീഡിയോ? ഭയങ്കര ആക്ച്വലി പടക്കവും പൊട്ടത്തില്ല, പടക്കം പൊട്ടു തോന്നല്ലേ, പടക്കം പൊട്ടി അയാളാണ് വീഡിയോ ചെയ്ത് അയാളെന്താ കാലും കയ്യെല്ലാം പൊട്ടി. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ചിലവര് ചെയ്യും, പടക്കം കയ്യിൽ പിടിച്ചിട്ട് ലൈറ്റർ ആയിട്ട് ഓടുന്നു. ശ്രദ്ധിക്കാന്ന് പറയാം. നമ്മളിത് കണ്ടപ്പോ ഇതിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരും, അതൊന്നും മനസ്സിലുണ്ട് അറിയാം. അങ്ങനത്തെ ഒരു സംഭവം വീഡിയോ കാണാൻ. പക്ഷെ നമുക്ക് വീഡിയോ കാണുമ്പോൾ രസമാണ്. അവിടെ ഓടുന്നു, പടക്കത്തിന് വേറെ പടക്കം കയ്യിൽ വെച്ചിട്ട് തിരിച്ചു ഓടുക, ലൈറ്റർ കളഞ്ഞിട്ട് ഓടുക. പക്ഷെ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കമ്പത്തിരി മത്തപ്പൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻജോയ്മെന്റ് ചെയ്യുന്ന എനിക്ക് പറയാമല്ലോ. പക്ഷെ ശ്രദ്ധിക്കണം. പടക്കം പൊട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊന്നും പടക്കം ഉപേക്ഷിക്കുക. കുറച്ച് മുതിർന്നവർ പടക്കം പൊട്ടിക്കാതെ എൻ്റെ അഭിപ്രായം. പക്ഷെ കുഞ്ഞു കുട്ടികളൊന്നും കഴിയുന്നത് ഉപേക്ഷിക്കുക. പിന്നെ നിങ്ങൾക്ക് കമ്പത്തിരി മത്തപ്പം നിലാത്തിരി കുറെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ വിഷിക്കാൻ നീട്ടം കിട്ടുന്നതും. പിന്നെ എനിക്ക് ഒന്നാ പറയാലോ, പടക്കം ഒക്കെ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അമ്മമാര് ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുഞ്ഞുകുട്ടികളൊക്കെ നല്ല പൂത്തിരി അല്ല നിലാത്തിരി കുറച്ചക്രമങ്ങൾ കുറെ കലാപരിപാടിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമുക്കിവിടെ ആഘോഷം, നമുക്കിവിടെ പടക്കം പൊട്ടിക്കുന്ന ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ 1-2 ഈ ഇന്റർസിറ്റിയിലേക്ക് കുറച്ച് അതായത് റയറായിട്ട് നമുക്ക് പൊട്ടിക്കും. ഞാനുള്ളപ്പോൾ ഉണ്ടായിരുന്നു അവിടെ, സീരിയസ്. പിന്നെ ചെറുതായിട്ടൊക്കെ അവർ പൊട്ടിക്കുന്നുണ്ട്. അവർ ഞാൻ ദുബായ്ക്കാരൻ്റെ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടുകളൊക്കെ ഗുണ്ടും കാര്യങ്ങളൊന്നും അല്ല, നോർമൽ അല്ല, കുഞ്ഞു കുഞ്ഞു പടക്കങ്ങളൊക്കെ, കുഞ്ഞു പടക്കങ്ങള്, പിന്നെ കമ്പത്തിരുന്നില്ലാത്ത അങ്ങനെ കാര്യങ്ങളുള്ളൂ. അല്ല ഇവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുസ്തഫയുടെ നാട്ടിലേക്ക് കണിക്കൊന്നൊക്കെ പറിക്കാനൊക്കെ പോകാറുണ്ട്. കണിക്കൊന്ന പറിക്കാൻ പോകും, അതൊക്കെ രസം. അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ പഠിക്കണ അന്ന് എനിക്ക് ജീവിതത്തിൽ ഫസ്റ്റായിട്ട് വിഷു കൈനീട്ടം കിട്ടിക്കണ അന്നാണ് കൂട്ടുകാരുടെ ആണല്ലേ. അന്ന് സ്കൂൾ വെക്കേഷൻ ടൈമാണ്. പക്ഷെ നമ്മളെ അടുത്തുള്ള അതായത് കൂട്ടുകാരിന്ന് കിട്ടിയെന്ന്, അതായത് സ്കൂൾ പഠിക്കണ അങ്ങനെ ഒരു പ്രാവശ്യം കിട്ടിയതായിട്ട് ഓർക്കുന്നു. ഏറ്റവും കൂടെ കൈനീട്ടം കിട്ടിയപ്പോ ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു ഇല്ല അങ്ങനെ ഒരു ഇത് കിട്ടില്ല. ആകെ എന്റെ ഒരു ഓർമ്മയില് ഒരു പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഇല്ല, എന്റെ ഒരു അഭിപ്രായം കിട്ടി. അങ്ങനെ കിട്ടിയതായിട്ടൊരു ഓർമ്മ ഉണ്ട് എനിക്ക്. അന്ന് കുഞ്ഞിലേക്ക് 10 രൂപയൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടു, 10, 15. പിന്നെ അതന്നെ വലിയ സംഖ്യയാണ്. അന്നത്തെ കാലത്ത് വലിയ സംഖ്യ ആയിരുന്നു. നമ്മൾ 20 പൈസ 25 പൈസ ആയിട്ടുള്ള ഒരു പടക്കത്തിന് 30 പൈസ പടക്കം. നമുക്ക് 10 രൂപ എന്തോ. പിന്നെ പടക്കം ഇഷ്ടംപോലെ വന്നായിരുന്നു. അത് ഞങ്ങള് പോയി ആ സമയത്ത് വൈകുന്നേരം പോയി നോട്ടിൽ ഇറങ്ങും. മമ്മി പടക്കം, മമ്മി എന്താണ് ഇത്രയൊക്കെ മതി, ഇത്ര ബാക്കിയുള്ള പടക്കം പിന്നെ ഒറ്റയ്ക്ക്. പിന്നെ പോട്ടെ. പിന്നെ ലാസ്റ്റ് ഞങ്ങള് വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണാൻ ഭയങ്കര രസം. അത് ഏറ്റവും കൂടെ പിന്നെ ഞങ്ങളുടെ അമ്മ കുടുംബ വീടുണ്ട് കരുനാഗപ്പള്ളി. അവിടെ ഇതുപോലെ മറ്റേ വിഷുവിനാണെങ്കിൽ അവര് എല്ലാം, കാരണം വെച്ചാൽ പയറ് മുതൽ എല്ലാ കാര്യം വിഷുവിന് അവർ പുറത്തൊന്നും മേടിക്കുന്നില്ല. പയറ് കുറച്ച് ഐറ്റങ്ങൾ മേടിക്കും. പയറ് വളർത്തുന്നത്, കുമ്പളങ്ങ, പിന്നെ ചീര, കുറെ കാര്യങ്ങൾ അവര് വളർത്തി. കാരണം അവിടുത്തെ മമ്മിയുടെ അമ്മ എന്ന് വെച്ചാൽ പണ്ടത്തെ ഇതാണ്. അത് കറക്റ്റ് വിഷു ആയിട്ട് ആഘോഷിക്കുക. കാരണം അവര് പുറത്തൊന്നും മേടിക്കാതെ അവര് അവിടെ നിന്ന്
പച്ചക്കറിയൊക്കെ ഉൽപ്പാദിച്ച് അവിടെ നിന്ന് പച്ചക്കറി എല്ലാ ഐറ്റങ്ങളും മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റങ്ങൾ അന്ന് വിഷുവിന് വേണ്ടി അവരവിടെ പാകം ചെയ്ത് അവർ കഴിക്കും. പിന്നെ എല്ലാ ഐറ്റങ്ങളും ഇല്ല, കുറെയൊക്കെ വെളിയിൽ നിന്ന് മേടിക്കും. പിന്നെ ഇന്നിപ്പോ ഒക്കെ വെളിയിൽ നിന്ന് വാങ്ങേണ്ട ഒരു മാറി. ഇന്നാർക്ക് കൃഷി ചെയ്യാൻ ആർക്കും സമയമില്ലല്ലോ. സത്യം പറഞ്ഞാൽ വിഷു എന്ന് പറയുന്ന കൃഷിക്കാരുടെ ആഘോഷം എന്നാണ് പുരാണത്തിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ വിഷുവിന് 2 ഐതിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഐതിഹ്യത്തിലൊന്നും കിടക്കുന്നില്ല, അത് വലിച്ചിട്ടെങ്കിൽ വീഡിയോ എല്ലാം വലുതായി പോത്തേ ഉള്ളൂ. പിന്നെ കൃഷിക്കാരുടെ ഒരു ഉത്സവമാണ് വിഷു മെയിൻ ആയിട്ട്. അപ്പം അതല്ല ശിവനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഈ വിഷു ആയിട്ട് ഈ യുവതലമുറക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താ അതിന്റെ ഒരു വീഡിയോയിലൂടെ? തീർച്ചയായും. കാരണം വെച്ചാല് ഇപ്പം എന്റെ അതായത് ഞാൻ പഠിച്ചോട്ട സമയത്ത് ഞാൻ ഈ മയക്ക് വരുന്നതിന്റെ പരിപാടികളൊന്നും ഒന്നുമില്ല. കാരണം ഇപ്പോഴാണ് മയക്ക് മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ വന്ന്, കഞ്ചാവ് അല്ലേ, നമ്മള് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല. റയറായിട്ട് എന്തെങ്കിലും കേട്ടെങ്കിലേ. അതെന്ന് വെച്ചാല് ഇപ്പം ടീച്ചർമാർക്കും കുട്ടികളൊന്നും തല്ലാൻ പറ്റത്തില്ല. അപ്പം ബാലവേഷ കമ്മീഷൻ ഇടപെടും, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ടീച്ചർക്ക് ഒരു കഴിഞ്ഞ ദിവസം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പോട്ടെ. അപ്പം വിഷുവായിട്ട് എനിക്ക് പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മുടെ കൂട്ടുകാർക്ക് പറയാൻ ഉദ്ദേശം മാക്സിമം ഈ മയക്കം മരുന്നുമായിട്ടുള്ള ഡീലിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതിൽ അങ്ങനെ വല്ല മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മുടെ അറിയാമല്ലോ എക്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ നമ്പർ ഉണ്ട്. ഞാനത് വീഡിയോയിൽ ഒപ്പം ആഡ് ചെയ്യാം. അപ്പൊ അതിൽ ആ നമ്പർ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നൊക്കെ അറിയുന്നത് നിയമപാലകരുടെ അടുത്ത് നമ്മൾ ഈ വിവരങ്ങൾ അറിയിക്കുക. പിന്നെ കഴിവതും നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ നോക്കുക, നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു, അതൊക്കെ പേരൻസിന്റെ ഉത്തരവാദിത്വമാണ്. കുട്ടികൾ എങ്ങോട്ട് പോകുന്നൊക്കെ അറിയാണ്ട്. പിന്നെ കുട്ടികൾ അത് പോയി മയക്ക് വരുന്ന പോയി പെട്ടിട്ട് എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. കരഞ്ഞത് തീർച്ചയായും പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികളെ പഠിക്കുന്നു, കുട്ടികളെ പഠനമുറി ശ്രദ്ധിക്കണം, കുട്ടികളുടെ റൂമിൽ എന്താണ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണം. കുട്ടികൾ പോലും അറിയാൻ നിങ്ങൾ പേരൻസ് ശ്രദ്ധിക്കണം. അതൊക്കെ എനിക്ക് പറയാനുള്ളത് മുതിർന്നവരോട്. പിന്നെ നമ്മുടെ കൊച്ചു കുട്ടികളോടൊക്കെ പറയാനുള്ളത്, ഇത്തരം അണ്ണന്മാരെ ചേട്ടന്മാരൊക്കെ കാണുമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും ഒന്നേ നമ്മുടെ രക്ഷകർത്താക്കളെ അറിയിക്കുക. അതല്ലെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ പോലീസ് ഒരിക്കലും ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് ടേസ്റ്റ് ചെയ്യരുത്. ഒറ്റ പ്രാവശ്യം പിന്നീട് പിന്നെ അതിങ്ങനെ ടേസ്റ്റ് ചെയ്തു. അപ്പൊ ഒരിക്കലും തന്നെ അത്തരം കൂട്ടുകെട്ടുകളിലോ അത്തരം സംഭവ വികാസങ്ങളിൽ ഒന്നും പെടാതിരിക്കുക. നല്ല ആളുകളായിട്ട് നല്ല മക്കളായിട്ട് ജീവിക്കാം. ശരിയാ. കാരണം നമ്മുടെ നാട്ടിലേക്കുള്ള ഇങ്ങനെ കൂടുതൽ ഇങ്ങനെയൊക്കെ കേസുകളിലേക്ക് തോന്നുന്നു. എല്ലാവരും അതിലേക്ക് അഡിക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതാക്കി എന്താ വെച്ചാൽ അത് പ്രേരിപ്പിക്കുക ചെയ്യാം. പക്ഷെ അതൊന്നും ഒരിക്കലും നല്ലതിനല്ല. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഞെട്ടിക്കുന്ന ഇതിൽ വെളിപ്പെടുത്തല എത്രയോ പിള്ളേർ ഇപ്പം പെൺകുട്ടികളെ വരെയാണ് ഈ മയക്കുമരുന്ന് കേസിൽ പോക്കുന്നത്. അപ്പൊ ഈ ഒരു ഞാൻ പറയുന്നത് ഈ ഒരു വിഷയോട് കൂടിയിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ, നിർത്താൻ ശരിയാ. ഇന്നൊരു നല്ല ദിവസമാണ്. ഇതോടുകൂടി നിങ്ങൾക്ക് എന്തൊക്കെ ദുശീലുണ്ടെങ്കിൽ എല്ലാം കളഞ്ഞ് നല്ലതിനായിരിക്കും നല്ലൊരു വ്യക്തിയായിട്ട് ഇന്നോട്ട് മാറണം. ഓക്കെ, പോട്ടെ. ഇന്ന് അടിച്ചു പൊടിച്ചിട്ട് നാളെ തൊട്ട് മാറിക്കോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ മാറാൻ ശ്രമിക്കുക. എനിക്ക് വേറെ കാര്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോൾ ഈ ഓരോ സൈറ്റുകളിലൊക്കെ കാണാൻ ഇങ്ങനെ എന്തുവാ ഇന്ന ലിങ്ക് കയറുക, നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ആക്കി നമ്മൾ മൊത്തം പൈസ പോവും. അതുപോലെ കുറെ ടീം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഉടായ്പ. ഈ കുഞ്ഞു യൂട്യൂബർമാരൊക്കെ ഉണ്ടല്ലോ, കൂട്ടുകാരൻ പറഞ്ഞിട്ടില്ലേ, ഞാനും കേട്ട്. കാരണം അവന്റെ കരച്ചിലെടുക്കുമ്പോൾ സങ്കടം തോന്നുന്നു. കാരണം അവൻ പറയുന്നത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, പക്ഷെ അവനോട് മോണിറ്റേഷൻ ആക്കി തരാന് 12,500 പറഞ്ഞിട്ട് അവൻ പാവം എത്ര 500 ചില്ലാൻ സബ്സ്ക്രൈബ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, 1K സബ്സ്ക്രൈബും അത് ജെനുവൽ ആയിട്ടുള്ള സബ്സ്ക്രൈബ് ആക്കി തരാം, പിന്നെ 4000 വാച്ച് അവറും കയറ്റി തരാന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങി. അത് ഗഡുവായിട്ട് അടക്കുകയാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, 1000 സബ് 2 ദിവസം കൊണ്ട് കയറ്റി കൊടുത്തു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ഇത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കാലും പെട്ടെന്നൊരു വിശ്വാസം വരില്ലേ. അങ്ങനെ ഈ 1K സബ് കയറിയപ്പോ അവനോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. വീഡിയോ ഇട്ടപ്പോ അതിന് 500-600 ആളുകൾ വ്യൂവേഴ്സ് വന്നപ്പോ അവനക്ക് ത്രില്ലായി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അടുത്ത ഇതിന് വേണ്ടിയിട്ട് മോണിറ്റേഷൻ വേണ്ടിയിട്ട് ഇപ്പൊ 1000 സബ് ആയല്ലോ, ആൾക്കാരെ പോയി 1000 സബ് ആയ മോണിറ്റേഷൻ ആവുന്നു. അങ്ങനെ ഇവൻ കാശ് കൊടുത്തു, 8000-ഓളം കൊടുത്തു പറഞ്ഞു പാവം. അങ്ങനെ ആളെ ഇതൊക്കെ തന്നിട്ടുണ്ട്, എനക്കും തന്നിട്ടുണ്ടാവുമല്ലോ നമ്മളെ എന്റെ അടുത്തുണ്ട്. പക്ഷെ ഒരിക്കലും അവന് വിടൂല ഞങ്ങള്.
ഞാൻ സത്യം പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ല അവനൊക്കെ 4-5 പേരെ പറ്റിച്ചെന്ന് പറയുന്നുണ്ട്. അതല്ല അവന് മാത്രമല്ല മറ്റേ ബിനു നമ്മുടെ ആ ഒരു പയ്യൻ അവൻ പറഞ്ഞടാ എന്റെ ചാനൽ ഇതുപോലെ അവന്റെ ഇതുപോലെ പൈസ അവന്റെ മേടിച്ചു. ഒത്തിരി ആളുകൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ആക്കി തരാം. പക്ഷെ ഒത്തിരി കളവ് ഇങ്ങനെ കട്ട് തിന്നുന്ന ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ശ്രദ്ധിക്കുക. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഫസ്റ്റായിട്ടൊക്കെ ഇത് തുടങ്ങുമ്പോൾ പല ഇതും പിന്നെ ചെയ്യണം ആഗ്രഹമൊക്കെ വെച്ചിട്ടായിരിക്കും മറ്റേ യൂട്യൂബിൽ നിന്നൊക്കെ തുടങ്ങുക. അപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ ആരും വീഴും. ശ്രദ്ധിക്കുക. പക്ഷെ ഒത്തിരി പേര് കളവ് നടത്തി നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് അതിന്റെ അനുഭവത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. എറണാകുളത്തുള്ള ഒരു ടീം ഖത്തർ പിന്നെ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് ഇതിന്റെ ഇതൊക്കെ നടക്കുന്നത്. അവർ നാട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ വിദേശത്താണ്. അപ്പോൾ നമ്മളിതൊക്കെ കിട്ടിയതിന് ശേഷം കാശൊക്കെ കിട്ടി 1-2 ദിവസം അവർ വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. അത്തരം ഒരാളുണ്ട് ഇപ്പൊ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവന് ഈ വീഡിയോ കാണാൻ ഇടവരിക. റിയാസ് എന്നാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള പേര്. അവന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്, അവന്റെ ഫാമിലി ഫോട്ടോ, അവന്റെ വൈഫാണ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞങ്ങള് അവന് ഇപ്പൊ ഈ പറ്റിച്ചവന്, അതായത് ഇതിനേരായിട്ടുള്ള ഉണ്ടല്ലോ മറ്റേ, അവന് പറയുകയാണെങ്കിൽ ഞങ്ങള് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. ഇതിന് എത്രത്തോളം ഞങ്ങൾ അവനെ സഹായിക്കാൻ പറ്റുമോ അത്രയും ഞങ്ങൾ. ഈ 2-3 വ്യക്തികളുടെ നമ്മൾ ചോദിക്കും നിങ്ങൾ ഓക്കെ ആണോ എങ്കിൽ ഞങ്ങള് അവന്റെ ഫോട്ടോയും വീഡിയോ അവന്റെ വോയിസ് ഇറക്കും. ഞങ്ങള് ഞാൻ വിട്ടേട്ടാ ഇതില് എന്റർടൈൻമെന്റ് അങ്ങനെ എന്തോ ഒരു ഇതാണ് കാണിക്കുക. ഇതിൽ കാണിച്ചു കൊടുക്കും. ഒരിക്കലും പെടരുത് അതിലൊന്നും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെ കാണുക വെച്ചാൽ ഫേക്കാണ്, കൈയും പറ്റുന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക. അത് ഫേക്കാണ് 100% ഞങ്ങൾ ഗ്യാരണ്ടി തരാം. നമ്മൾ കണ്ടതാണ് നമ്മളെ കൂട്ടുകാരന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. നമ്മൾ ഇതുപോലെ ഓരോ ജനങ്ങളും ഓരോ കാര്യത്തിൽ പ്രതികരിക്കണം. പേടിച്ചിരുന്നൊരു കാര്യമില്ല. ഇപ്പൊ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊരു മാറ്റർ അല്ല, പക്ഷെ ഞങ്ങൾ പ്രതികരിക്കുന്നു. വേറെ കാര്യമില്ല. നമ്മളിങ്ങനെ ഈ നമ്മള് കഷ്ടപ്പെട്ട് നമ്മള് ജെന്യൂനായിട്ട് സബ് നേടുക, ജെന്യൂനായിട്ട് ചെയ്യുക. ഒരു വർഷം കൊണ്ട് മോണിറ്റൈസേഷൻ ആയാലും സങ്കടപ്പെടുന്ന അടുത്ത വർഷം കൊണ്ടോ ഇപ്പൊ നമുക്ക് സംഭവം കണ്ടില്ലേ. അതൊന്നും ഇതുപോലെ ഷോർട്ട് കട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. കാശ് കൊടുത്താൽ നേടാന്നുള്ള ആ ഒരു ചിന്തയിൽ വീഡിയോ ചെയ്താൽ ഒന്നും പറ്റും. പിന്നെ മോണിറ്റൈസേഷൻ ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യാ? കാശ് കൊടുത്തിട്ട് അടുത്ത് വീഡിയോ ചെയ്യണം. അതുകൊണ്ട് അവനും പറ്റിച്ചുണ്ട്. വെറുതെ അങ്ങനെ കാശ് കൊടുത്ത് എന്തായാലും നമുക്ക് ഇവന്റെ ഒരു വീഡിയോ ചെയ്യണം. വോയിസ് റെക്കോർഡിംഗ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അവന്റെ ഒക്കെ. അപ്പം അവന്റെ വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യും. ഏത് നിമിഷവും അവന്റെ ഒരു വീഡിയോ ഞങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അവന്റെ ബാങ്ക് ID ഞങ്ങൾ ട്രേസ് ചെയ്യാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ അവൻ നെട്ടൂർ എന്ന് പറഞ്ഞു. പക്ഷെ അളിയൻ നെട്ടൂരില്ല. അത് നമ്മുടെ ടീം അവിടെ അന്വേഷിച്ച്. അപ്പൊ അവൻ നെട്ടൂരൊന്നും ആ ഏരിയയിൽ ഇല്ല ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അത് വേറെ ഉടായ്പായിരുന്നു. ഒത്തിരി. ഇവൻ മാത്രല്ല, ഇതൊരു വലിയൊരു ഗ്യാങ് തന്നെയാന്ന് തോന്നുന്നു. ഗ്യാങ് തന്നെ ഇതിനെതിരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ തട്ടിപ്പിന്. ശ്രദ്ധിക്കാം, നമുക്ക് അത്ര പറയുള്ളൂ. അത്തരം അതിലൊന്നും കുഞ്ഞു യൂട്യൂബ് ആ കാശുണ്ടെങ്കിൽ നല്ലൊരു ക്യാമറ ഫോണോ വാങ്ങിക്കാണ്ട് അല്ല ക്വാളിറ്റിയില് വീഡിയോ പ്രൊഡ്യൂസർ കാണിച്ചു കൊടുത്താൽ അത് കണ്ടു മോണിറ്റൈസേഷൻ ആവൂലേ. അത് തന്നെ. ഇത് ഇത്ര കുരുക്കുവായികൾ ഒരിക്കലും ഉപയോഗിക്കണ്ട. ഫേക്ക് ഉണ്ട് ഇതില്, നല്ലതും ഉണ്ട്. പക്ഷെ ഇത്ര കൂടുതലും ഇങ്ങനെ കട്ട് തിന്നിട്ട് പരിചയമുള്ള ആളുകളാണ്. ഒന്നും നേടൂല, കുത്ത് ചാവുകയോ ചെയ്യുള്ളൂ. തീർച്ചയായും അങ്ങനൊക്കെ ഒരുപാട് തന്നെ. ഞാൻ സത്യം പറയാം, ഇങ്ങനെ ഈ പാവങ്ങളെ പറ്റി ചെയ്യുന്ന ഒരുപാട് നിങ്ങൾക്ക് അത് പിടിക്കുക. അവനൊക്കെ നരകിച്ച് ചാവും, ഉറപ്പായിട്ട് നരകിച്ച് ചാവും. ഇവന്മാർക്ക് ഇതുകൊണ്ട് നേട്ടം എന്തുവാ? ഒരു നേട്ടമൊക്കെ തെറ്റാ ഇങ്ങനെ കാണിക്കുന്നത്. അതുപോലെ ഈ കഞ്ചാവുകാര്, മാഫിയക്കാര്, ഇതൊക്കെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നും പോവരുത്. നിങ്ങളെ കാര്യങ്ങൾ പ്രതികരിക്കണം. ഇന്ന് അവരെ വിറ്റും നാളെ മുതൽ അവരുടെ മക്കൾ അത് ഉപയോഗിച്ച് വിറ്റു. കാരണം വെച്ചാൽ ഇപ്പം കഞ്ചാവിന്റെ കേസ് നിങ്ങൾ നിങ്ങൾ പേടിച്ചിരിക്കില്ല, നിങ്ങൾ പ്രതികരിക്കണം. ഞങ്ങൾ ഇതിന് സംസാരമുണ്ട്. ഇവന്റെ കാര്യം ഞങ്ങൾ ഇവനെ പുറത്തു കൊണ്ടുവരിക്കും. മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ മാക്സിമം നമ്മളെ കൊണ്ടാകും നമ്മൾ ശ്രമിക്കും. നമ്മളിപ്പം അതുവഴി നമ്മൾ നിയമപരമായ രീതിയിൽ നമ്മൾ ഈ സ്റ്റേഷനിലൊക്കെ, അതായത് ഈ പറഞ്ഞ അവരുടെ സപ്പോർട്ടർ കൂടിയാണ് ചെയ്യുന്നത്. അവരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അവൻ്റെ വോയിസ് റെക്കോർഡിംഗ് എല്ലാം ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചാനലിലൂടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് ഉടനെ അവൻ്റെ വീഡിയോ ഞങ്ങൾ ഒരെണ്ണം പുറത്ത് വിടുന്നുണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ കഴിവതും നമ്മൾ നല്ല കാര്യങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പോവുക. അതുപോലെ ഈ കുഞ്ഞു യൂട്യൂബർമാർക്ക് നമ്മൾ കുഞ്ഞാണ് ഇല്ലെന്ന് പറയുന്നില്ല.
ഇപ്പം നമ്മുടെ ചാനൽ ഇപ്പം ഗ്രോത്ത് വരാത്ത കാര്യം വെച്ചാല് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 700K അതുപോലെ 600K 500K കുറെ വീഡിയോസ് ഒക്കെ പഴയതുണ്ടായിരുന്നു. അല്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്യുന്നത് യൂട്യൂബ് എന്ത് ചെയ്തു തരാം, നമ്മളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വീഡിയോക്ക് ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഇതാണ് ഇപ്പം എനിക്കിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാച്ചർ നമുക്ക് യൂസ് കിട്ടത്തില്ല. സബ് ഉണ്ട്, പക്ഷെ ആ സബിന്റെ അവിടത്തേക്ക് നമ്മൾ ഇടുന്ന വീഡിയോ അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതാ വിഷയം. നമുക്കിപ്പം ഇപ്പൊ 13K ഉണ്ട് ഇല്ലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സബ് ഉണ്ട്, അത്യാവശ്യം നല്ല കുഴപ്പമില്ല സബ് ഉണ്ട്. പക്ഷെ ഈ ഇത്രയും ആൾക്കാർക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല വീഡിയോ. കാരണം ഞാൻ അത്ര വീഡിയോ ഡിലീറ്റ് ചെയ്ത് അത് നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരി അറിയില്ല, അവളാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ. അപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു വെച്ചാല് കഴിവതും നമ്മള് സ്ട്രൈറ്റ് ആയിട്ട് പോവുക. എന്തായാലും ബിനു പിന്നെ അവര് വേറെ അയച്ചു രണ്ടുപേരുണ്ട്. അപ്പം നിങ്ങളുടെ കൂടെ പറയാണ്, അപ്പൊ നമ്മുടെ നിങ്ങൾ ആ ഡീറ്റെയിൽ ഞങ്ങൾക്ക് ചാനലിലേക്ക് അയച്ചു തരുക. ഓൾറെഡി അയച്ചിട്ടുണ്ട്. കാണുന്നവർക്കും ചിലപ്പോ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടോ? അങ്ങനെ ഒരിക്കലും പൈസ കൊടുത്തുള്ള മോണിറ്റേഷൻ പോവല്ലേ. അത്ര ആളുകൾ നമ്മൾ വിളിച്ചത് കൊണ്ടുവരണം. കഴിഞ്ഞ ദിവസം ഞാൻ മോണിറ്റേഷൻ കാര്യം പറയുമ്പോൾ രണ്ടുപേരും എന്നെ തെറി വിളിച്ചിട്ടുണ്ട്, 3 പേര് തെറി വിളിച്ചിട്ടുണ്ട്. ഇവന്റെ ഗ്യാങ് ആണ്. നമുക്ക് അങ്ങനെ നമ്മളത് പരസ്യമായിട്ട് പറയുന്നു. നമ്മള് പരസ്യമായിട്ട് പറയുന്നു. നമ്പർ തരാം, നിങ്ങൾ വിളിച്ചിട്ട് എന്താ കാര്യം അന്വേഷിക്കണേ അങ്ങനെ അന്വേഷിക്കാം. പക്ഷെ ഇത് പക്ക ഫ്രോഡ് ഫേക്ക് ആയിട്ട് ഐഡി വന്നിട്ട് ഇങ്ങനെ മറ്റവൻ അയച്ചു കൊടുത്തത് ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിപ്പോ ഇല്ല, നിലവിലില്ല, അതില്ല, അതുവഴി ഫേക്കാണ്. പക്ഷെ നമ്മള് ആ ഐ ഡി അവന് ഞാൻ ഇന്നിപ്പോ ബോന്റെ നോക്കിയപ്പോ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് അവന്റെ വൈഫാണ് പറഞ്ഞു ലക്ഷർ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അറിയുന്നത്. എന്തിനാ സുഹൃത്തെ അവന്റെ വൈഫാണ് അറിയണ്ട്. ഇനി അതല്ലെങ്കിൽ ആണെങ്കിൽ എന്തിനാ അങ്ങനെ വൈഫിന്റെയും ഫാമിലിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഫോട്ടോ വെച്ചില്ല. ആ ഫോട്ടോ ഒറിജിനൽ നമുക്ക് ഞാൻ പറഞ്ഞത് അത് വൈഫ് അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന അറിയോ? ആ ഒരു കൊച്ചിന്റെ പേരും പറഞ്ഞിട്ടാണ് അവന് ഇത്തരം രീതിയിൽ പിന്നെ ഇറങ്ങിയിട്ടുള്ളത് തട്ടിപ്പിന്. എല്ലാം കൊണ്ടുവരും. വ്യക്തി ആ ഫോട്ടോ ഇല്ലേ, അത് അവന്റെ ഫോട്ടോ തന്നെയാണോ? അതും ഉണ്ട്. ചിലപ്പോ ഒരു പെങ്കൊച്ചിന്റെ ഫോട്ടോ ഉണ്ട്, ചിലപ്പോ നമുക്ക് അറിയില്ല അത് വേറെ ആരുടെ ഫോട്ടോ വെച്ച് അതൊക്കെ തെറ്റാ കാണിച്ചത്, നമുക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ പുറകെ ഞങ്ങളുണ്ട്, അതേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയുന്ന കൊച്ചുകൂട്ടരുടെ രക്ഷാത്തുകൾ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ നിയമപാലനുണ്ട് അവരെ അറിയിക്കുക. ഉടനടി സ്റ്റഡലി അവര് കാരണം അവര് നമുക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പം നിയമപരം നമ്മൾ പോലീസിനോട് കാര്യങ്ങൾ പറയുക, അവർ തീർച്ചയായും നമുക്ക് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങുക, അതേ പറഞ്ഞുള്ളൂ. അല്ല നമ്മൾ പേടിച്ച് ഇപ്പൊ തന്നെ മറ്റൊരു ചേട്ടാ എന്റെ പൈസ എല്ലാം പോയി ഞാൻ എന്ത് ചെയ്യും? ആ കരയുന്ന എന്തിനാ? അവൻ ഡയറക്റ്റ് അവന് പ്രതികരിക്കാൻ പേടി. അവൻ പാവം എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ മേലില് തുടങ്ങണല്ലോ എല്ലാവരും. തുടങ്ങിയപ്പോ ഇങ്ങനെ ഒരു ഇത് കണ്ടതിന്റെ ആവശ്യം നമ്മള് ജെന്യൂനായിട്ട് നമ്മള് കഷ്ടപ്പെട്ട് സബ് നേടുക, എന്ത് കാര്യം ജെന്യൂനായിട്ട് ചെയ്യണ്ട. അതൊക്കെ വെറുതെ തട്ടിപ്പ് ഇതിനുണ്ട്, നോർമലായിട്ട് ചെയ്തു തരുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ശ്രമിച്ചു നോക്കുക കുറച്ച്. എന്തിനങ്ങനെ അതിന്റെ ഓക്കെ. പിന്നെ അതെല്ലാം പോട്ടെ. അപ്പം വിഷു ആണ് നാളെ. അപ്പം ഐശ്വര്യത്തിന്റെ ആ ദിവസമായി ഇന്ന് മുതൽ നിങ്ങളൊക്കെ പടക്കമൊക്കെ അടിച്ച് പൊട്ടിക്കും അല്ലേ? ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൊക്കെ കണ്ട് ആസ്വദിക്കാനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ അല്ലേ? പിന്നെ ഇതൊക്കെ കാണാൻ നമ്മുടെ പഴയ ലോകത്തൊക്കെ പോകും. ഓക്കെ, ഞാൻ ഇനി വീഡിയോ വലിച്ചു നീട്ടി നമ്മുടെ ആരും ബോറൊന്നും അടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ, പോയി വിഷുവിന് നമുക്ക് ഡ്രസ്സ് കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓർക്കുന്നുണ്ട്, പപ്പയൊക്കെ പോയി എനിക്ക് അങ്ങ് ഡ്രസ്സ് എടുത്ത് തരും, അല്ല പപ്പ ഡ്രസ്സ് എടുത്ത് ഞങ്ങളുടെ അമ്മയുടെ അമ്മയ്ക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ഓണത്തിന് മാത്രമല്ല വിഷുവിനും കൊടുക്കുന്ന പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ചെന്നാലും അല്ല തലമുറ ഈ വിഷു എന്ന് വെച്ചാൽ മുതിർന്നൊരു കുഞ്ഞുങ്ങൾ തന്നെ അവ ആരും എന്നാലും നമുക്ക് കഴിഞ്ഞിട്ടും കിട്ടും. അല്ല ഇതൊക്കെ ഒരു പ്രചോദനമാണ് ഇപ്പത്തെ തലമുറക്ക്. ഈ ഡ്രസ്സ് കൊടുക്കലും ആണ്ട് കണ്ടും വാങ്ങലും കാര്യങ്ങളൊക്കെ നമ്മളൊരു ആഘോഷ ഉത്സവമൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പോട്ടെ, ഇന്ന് അടിച്ചു പൊളിച്ചിട്ട് നാളെ നല്ലൊരു ദിവസം തുടങ്ങില്ല. നാളെ മുതൽ നിങ്ങൾ എല്ലാ ദുശ്ശീലം എല്ലാം മാറ്റി നല്ലൊരു വ്യക്തിയായിട്ട്, സമൂഹത്തിന് നന്മ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് മാറണം. വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകുന്നത്. നമ്മൾ നന്നായാലേ, ഇപ്പം പേരൻസ് നന്നായാലും നമ്മുടെ കുട്ടികൾ നന്നായി. അതുപോലെ തന്നെയാണ് നിങ്ങളും വരും തലമുറയ്ക്ക് നിങ്ങൾ വഴികാട്ടിയാവണം. മനസ്സിലായ? പിന്നെ നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ നിയമപാലകരൊക്കെ ഉണ്ട്. ഓക്കെ, അവരിൽ നിന്ന് നല്ല ഹെൽപ്പൊക്കെ കിട്ടും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു വിഷു
ആശംസകൾ നേരും. ഓക്കെ. പിന്നെ നമ്മുടെ സ്ഥിരം പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. പിന്നെ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഈ വിഷു അല്ലേ, അപ്പൊ പടക്കം കൂട്ടി ടയർഡായിട്ടിരിക്കല്ലേ, ആരാംസെ ബെൽ തുറന്നേക്ക. ആറാംസെ പറഞ്ഞാൽ മീനിങ്സ് എന്ന് വെച്ചാല് ബെല്ലൈക്കലുണ്ടല്ലേ, ചെറുതായിട്ട് തല്ലിപ്പൊട്ടിച്ചാൽ മതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആറാംസെ തുറന്നേക്ക. വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ പടക്കം പൊട്ടിക്കുന്ന ആര് ജില്ല് ജില്ലുമ്പോണ്ടിരിക്കല്ലേ, അപ്പൊ ഞാൻ ആറാംസെ അല്ല ജൽദി തുറന്നൊക്കെ അടിച്ചു പൊട്ടി ഫോണൊക്കെ പൊട്ടിപ്പോവും. അപ്പൊ അതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് പോയി പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പത്തിരിയൊക്കെ പൊട്ടിച്ച് പൂക്കുറ്റിയൊക്കെ വേണ്ടി എൻജോയ്മെന്റ് ചെയ്യുക. അതെ അതെ. ഓക്കെ, അന്നേരം അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കും.